ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സിപിഐഎം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള ആദ്യഘട്ട ചർച്ച ഇന്ന് തുടങ്ങും. പാർട്ടി മത്സരിക്കുന്ന 15 സീറ്റുകളിലും അണിനിരത്താൻ കഴിയുന്നവരെ സംബന്ധിച്ച പ്രാഥമിക പട്ടിക സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയേക്കും. പരിചയസമ്പത്തുള്ള മുതിർന്ന നേതാക്കളെയും യുവാക്കളെയും ചില എംഎൽഎമാരെയും മത്സരിപ്പിക്കാനാണ് ആലോചന. ഇതുവരെ കേട്ടതും കണ്ടതുമെല്ലാം പോയി. ഇനി കാണാനിരിക്കുന്നതാണ് നിജം. സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടിയുള്ള ഔപചാരിക ചർച്ച തുടങ്ങുന്നതിന് മുമ്പേ നിരവധി പേരുകളാണ് CPMൽ നിന്ന് ഉയർന്നു കേട്ടത്. എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച തുടങ്ങുമ്പോൾ ഇതിൽ ഏതെല്ലാം ശരിയാകും, ആർക്കൊക്കെ നറുക്കു വീഴും എന്നതാണ് ആകാംക്ഷ. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച പൊതു മാനദണ്ഡത്തിൽ നിന്നാകും അനുയോജ്യരായ പേരുകളിലേക്ക് എത്തുന്നത്. 15 സ്ഥാനാർത്ഥികൾ, എത്ര വനിതകൾ, എത്ര യുവാക്കൾ, എത്ര MLAമാർ എന്നിവയിലാണ് ആദ്യം ധാരണയുണ്ടാകേണ്ടത്. 1-2 MLAമാർ സ്ഥാനാർത്ഥികളായേക്കും. ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്ന 2 പ്രധാന പേരുകാരും MLAമാരാണ്. വർക്കല MLA വി ജോയ്, കഴക്കൂട്ടം MLA കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരാണവർ. മന്ത്രി റിയാസിന്റെ വകുപ്പിനെ വിമർശിച്ച് കുഴപ്പത്തിലായതോടെ കടകംപള്ളിയുടെ സാധ്യത മങ്ങി. ജില്ലാ സെക്രട്ടറി കൂടിയായ വി ജോയിക്കാകും മുൻതൂക്കം. മത്സരിപ്പിച്ചാൽ ജോയിയെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റാമെന്ന് മോഹിക്കുന്ന തലസ്ഥാന പാർട്ടിയിലെ പ്രബല ചേരിയും അതിന് ഉത്സാഹിക്കുന്നു. മട്ടന്നൂർ MLA KK ശൈലജയുടെ പേര് വടകര, കണ്ണൂർ മണ്ഡലങ്ങളിലേക്കും പരിഗണിക്കുന്നുണ്ട്. ആലപ്പുഴയിൽ സിറ്റിംഗ് MP AM ആരിഫിന് വീണ്ടും സീറ്റ് ലഭിക്കുമെന്നതും ആകാംക്ഷയാണ്. കാരണം ജില്ലാ നേതൃത്വത്തിന് ആരിഫിനോട് അത്ര താല്പര്യമില്ല. ആരിഫില്ലെങ്കിൽ തോമസ് ഐസക്കോ CS സുജാതയോ ആലപ്പുഴയിൽ മത്സരിച്ചേക്കും. പത്തനംതിട്ടയിൽ രാജു എബ്രഹാമിനൊപ്പവും ഐസക്കിൻ്റെ പേര് കേൾക്കാനുണ്ട്. കൊല്ലത്ത് ഐഷാപ്പൂറ്റിയുടെ പേരിനാണ് മുൻതൂക്കം. ചിന്താ ജെറോമിൻ്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പാലക്കാട്ട് M സ്വരാജ്, ആലത്തൂർ PK ജമീല, TK വാസു, കോഴിക്കോട് V വസീഫ്, എളമരം കരീം, കാസർഗോഡ് TV രാജേഷ്, VPP മുസ്തഫ, കണ്ണൂർ PP ദിവ്യ, വടകര TP ബിനീഷ്, ചാലക്കുടി BD ദേവസി എന്നീ പേരുകളും പരിഗണനയിലുണ്ട്. എറണാകുളം, പൊന്നാനി, മലപ്പുറം സീറ്റുകളിൽ പൊതു സ്വതന്ത്രം വേണോ, പാർട്ടി സ്ഥാനാർത്ഥി വേണോ എന്ന ആശയക്കുഴപ്പത്തിലാണ് നേതൃത്വം. പ്രാഥമിക പട്ടിക തയ്യാറാക്കുന്ന സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റികളും പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളും വിളിച്ചു ചേർക്കാൻ നിർദ്ദേശം നൽകും. ഉന്നത നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ യോഗങ്ങളിലെ അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷമാകും സെക്രട്ടേറിയറ്റ് ചേർന്ന് സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. റിപ്പോർട്ടർ, തിരുവനന്തപുരം.